നമ്മുടെ മതം എന്ന് പറയുന്നത് അന്യരുടെ കൂടി എതിർപക്ഷത്തുള്ളവരുടെ കൂടി നന്മയെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇതാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരു പ്രഭാതം പോലെ ഞാനിരിക്കുന്നു. ആ പ്രഭാതത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും തലയിലൂടെ റോളറുകൾ ഉരുളാൻ പോകുന്നു എന്ന് പറയുന്ന ഈ വീൺവാക്കുകൾ, ഈ ഭീഷണികൾ, ഈ തരത്തിലുള്ള ഭീതിപ്പെടുത്തലുകൾ, അതിൽ ഭയന്നു പോവേണ്ടവരല്ല നമ്മൾ. ഭയന്നിരിക്കുന്നവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ധീരതയുടെ അടയാളമാണ്. ക്രിയാത്മകമായ പ്രവർത്തനം എന്ന് പറയുന്നത് കാശ്മീരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മിതിയാണ്. മെഷീൻ ഗൺ, AK-47 റൈഫിൾ എടുത്ത് അതിൽ ബുള്ളറ്റ് നിറച്ച് അത് യന്ത്രത്തോക്കുകൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അല്ല. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത പുരോഗതി ലക്ഷ്യം വെച്ചുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ. ഇന്ത്യയുടെ വ്യത്യസ്ത ഗ്രാമയോരങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർ, മർക്കസിൽ നിന്ന് ഇറങ്ങിപ്പോയവർ, SSFന്റെ ആശയം പേർന്നവർ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രണ്ടറ്റത്തു നിന്നും SSF തുടങ്ങിയിട്ട് 50 വർഷമായില്ല. വളരെ ചെറിയ കാലം മാത്രം. ഈ ചെറിയ കാലയളവ് കൊണ്ടുണ്ടായ അത്ഭുതകരമായ മാറ്റത്തിന്റെ വിളംബരമാണ് ഇന്ന് കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം ഇതുപോലെ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കാനിരിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മളെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. മറ്റൊന്നിനെ കുറിച്ചും വേവലാതിപ്പെടേണ്ടതില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പാഠം ഓർമ്മ വേണം. ലോകം അവസാനിക്കും എന്ന് വരികിലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു വിത്തിനോട്, ഒരു തയ്യോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ധർമ്മം അത് നട്ടുപിടിപ്പിക്കുക എന്നതാണ്. ലോകം അവസാനിക്കും, ഇന്ന് പ്രളയം വരും, നാളെ കടലെടുക്കും, അതുകൊണ്ട് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയലല്ല ക്രിയാത്മകത. കയ്യിൽ കിട്ടിയ നന്മയുടെ വിത്ത് നടുക. ഓരോ വിത്തും നമുക്ക് ഇവിടെ അത് എത്ര കാലം നിലനിൽക്കുമെന്നതല്ല. വിത്തിന്റെ ധർമ്മം അതൊരു നന്മ മരമായി വളരേണ്ടതാണ്. അതുകൊണ്ട് എത്ര ഭൂമിയിൽ നന്മ നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വിശ്വസിച്ച ഒരു സമൂഹവും അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അവർ അവസാനിക്കപ്പെട്ടിട്ടില്ല, അവരെ സംഹരിക്കാൻ കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. വിശ്വാസം മതി. വിശ്വാസമാണ് നമ്മുടെ കൈമുതൽ. അത് കൈമോശം വരരുത്. ഓർമ്മ വേണം നിങ്ങൾക്ക്, കുത്തിയൊഴുകുന്ന ടൈഗ്രീസ് നദിയുടെ ഇങ്ങേ കരയിൽ നിന്നാണ് സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കോസ്റോസിന്റെ വെള്ളക്കൊട്ടാരം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്.